ഞാൻ പറയാമോ? നീ ദൈവത്തെ പോലെയാണ്. നീ ദൈവത്തെ പോലെയാണ്. അതുകൊണ്ട് ഈ പ്രത്യാശയുള്ളതുകൊണ്ട് ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ട് നീയും വിശുദ്ധനാണ്. നീ ദൈവത്തെ പോലെയാണ്. നീ ദൈവമകനാണ്. നീ ദൈവമകനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ദൈവം പരിശുദ്ധനായതുപോലെ നീ എന്ത് ചെയ്യണം? ശക്തിയോടെ എന്തിനാണ് നമ്മൾ വിശുദ്ധരാകുന്നത് മനസ്സിലായോ? എന്തിനാണ് നമ്മൾ വിശുദ്ധരാകുന്നത് മനസ്സിലായോ? എന്താ കാരണം? ദൈവം പരിശുദ്ധനാണ്. ഞാനും ദൈവത്തിന്റെ മക്കളാണ്. ഞാൻ ശരിക്കുള്ള ഞാൻ ശരിക്കുള്ള ഞാൻ ആരാണ്? ദൈവത്തിന്റെ മകനാണ്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് ഞാൻ ദൈവമകനായതുകൊണ്ട് ഞാനും പരിശുദ്ധനാകണം. മനസ്സിലായോ? Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എന്തിനാണ് സംസാരിക്കുന്നത്? എന്തിനാണ് വിശുദ്ധമായി ജീവിക്കുന്നത്? എന്തിനാണ് വിശുദ്ധമായി ജീവിക്കുന്നത്? ഒറ്റ ഇതാണ് അടിസ്ഥാനമായിട്ട് ബൈബിളിൽ നിങ്ങൾ പാപം ചെയ്യുമ്പോൾ പാപം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ദൈവം പാപം ചെയ്യും അല്ലേ? ആണോ? സ്വർഗത്തിൽ ആരാധന ജീവിതത്തിലുണ്ടാവും. അവരിങ്ങനെ നോക്കും. ഓരോ മനുഷ്യരും വീണ്ടുവന്നിരിക്കുക. ഓരോ മനുഷ്യർ ദൈവത്തിന് മുമ്പിലിരിക്കുക. അവരൊക്കെ ഈ മനുഷ്യരൊക്കെ ആരെപ്പോലെയാണ്? മരപ്പോലെയാണോ? ആരെപ്പോലെയാണ്? ദൈവത്തെ പോലെ. ഈ ദൈവത്തിന്റെ പോലെയുള്ള കുറെ മനുഷ്യ ദൈവത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോഴേ ദൈവത്തെ പോലെ കുറെ മനുഷ്യ ദൈവങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ പരിശുദ്ധം പാടിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ മനുഷ്യൻ നോക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ പാടുകയാണ് പരിശുദ്ധനാകാൻ പോകുന്നത് ചോദിച്ചു. ഹല്ലേലൂയ. ഈ ലോകത്ത് 3 തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. ഈ ലോകത്ത് എത്ര ടൈപ്പ് മനുഷ്യന്മാരുണ്ട്? 3 ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവർ നിയമത്തിന് അടിമപ്പെട്ടവരാണ്. ഒന്നാമത് നിയമത്തിന് അടിമത്തം, രണ്ടാമത് പാപത്തിന് അടിമത്തം, എട്ടാമത്തേത് പറയുക പരിശുദ്ധാത്മാവിന്റെ ജീവിതം. 3 തരം മനുഷ്യന്മാരുണ്ട്. ഈ ലോകത്ത് എല്ലാ മനുഷ്യന്മാരെയും ഈ 3 ഡിവിഷനിലേക്ക് മാറ്റാം. അതിന് യേശു പറയുന്നത് മത്തായി സുവിശേഷം 7-ാം അധ്യായം 5-ാമത്തെ അഭിപ്രായങ്ങളുടെ വചനം, വിശുദ്ധമായത് നായ്ക്കൾക്ക് വിട്ടുകൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് കൊടുക്കരുത്, അവ ചവിട്ടി നശിപ്പിക്കുകയും തിരികെ നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ 2 തരം ആളുകൾ കൊടുക്കില്ല. ഒന്നാമത്തെ നായ്ക്കളെ പോലെ, രണ്ടാമത്തെ പന്നികളെ പോലെ. ഈ 2 പേർക്കും ദൈവം എന്ത് കൊടുക്കില്ല? പരിശുദ്ധാത്മാവിനെ കൊടുക്കില്ല. അത് പത്രോസ് തന്റെ ലേഖനത്തില് ഇപ്രകാരം പറയുന്നത്, നായ് ചത്തിച്ചു തിന്നുന്നു. നായ് ചത്തിച്ചു തിന്നുന്നു, കുടിച്ച മന്തി ചേർത്ത്. ഇത് ചിലരുടെ സ്വഭാവം. എന്ന് പറയാമോ? നായ് കൊണ്ടോ നായ് ചത്തിക്കുന്നു, അങ്ങനെ പോയി തിന്നുന്നു എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പാപം ചെയ്യുന്നു, ഉപസാരത്തിൽ ചത്തിക്കുന്നു, വീണ്ടും തിരിച്ചു വന്ന് ചത്തിച്ച പാപം വീണ്ടും ചെയ്യുന്നു, വീണ്ടും ഉപസാരത്തിൽ ചത്തിക്കുന്നു, വീണ്ടും തിരികെ വന്നിട്ട്
പേരാണ് നായ്ക്കളെ പോലെ. ഹല്ലേലൂയ. എന്താ പറയുന്നത്? ഛർദ്ദിച്ചു തിന്നു. നായ ഛർദ്ദിച്ചു തിന്നു. പാപം ചെയ്യുന്നു, കുമ്പസാരത്തിൽ പോയി ഛർദ്ദിക്കുന്നു, വീണ്ടും അത് വാരി തിന്നുന്നു, വീണ്ടും അതേ പാപം ചെയ്യും. അവർക്ക് എന്ത് കിട്ടില്ല? പരിശുദ്ധാത്മാവ് കർത്താവിന്റെ കൈയോടെ കുത്താൻ തരുമോ? ഇതിന് പറയുന്ന പേരാണ് ബൈബിളിലെ നിയമത്തിന്റെ അടിമത്തം. എന്താ പറയുന്നത്? നിയമത്തിന്റെ അടിമത്തം. 10 പ്രമാണവും ഓരോ പ്രമാണം ലംഘിച്ചിട്ടുണ്ടോ അങ്ങനെ ലംഘിച്ചിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കുമ്പസാരത്തിൽ പറയാൻ എഴുതിയിരിക്കും. നേരെ പോയി കുമ്പസാരത്തിൽ പറയും പാവം പോയി, ഈ പാവം ചെയ്യാനുള്ള ലൈസൻസ് കിട്ടിയിരിക്കുന്നു, വീണ്ടും അതേ പാവങ്ങൾ ചെയ്യുന്നു. നിയമം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയും. എന്താ പറയുന്നത്? നിയമം അനുസരിച്ചുള്ള ജീവിതം. ചിലരെങ്ങനെ കുളിച്ച പള്ളി ചേർന്ന് തന്നെ പാപം ചെയ്യുന്നു. പള്ളി പോയി ഇന്നത്തെ ഈ പാപത്തിന്റെ ചേരി മുങ്ങി താഴ്ന്ന് രസിച്ചവരാണ്. കുളിച്ച പള്ളി ചേർന്ന് ഇതിനെ പറയുന്നതാണ് പാപത്തിന്റെ അടിമത്തം. ഇങ്ങനെയുള്ളവരെയാണ് പൗലോസ് ഇങ്ങനെ പറയുന്നത്. എന്താ പറയുന്നത്? ഇച്ഛിക്കുന്നു നന്മയില്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്യുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. പൗലോസ് ഇങ്ങനെ പറയുന്നത്. പിന്നെ എന്റെ കാര്യം പറയാനുണ്ടോ? അങ്ങനെയില്ല. ബൈബിളിന്റെ വ്യാഖ്യാനം പ്രശ്നമാണ്. ഒരു ഭാഗം വ്യാഖ്യാനിച്ചിട്ട് അതിന് തുടർച്ചയായി അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുചെല്ലണം. മനസ്സിലാക്കുന്നുണ്ടോ? പൗലോസ് അതിന്റെ പാപത്തിന്റെ അടിമത്തത്തെ പറയാൻ വേണ്ടി അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പറയുന്നതിന് പിറകെ ജഡികമായി ജീവിക്കുന്നവൻ ജഡികമായി മനസ്സിലാക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവൻ ആത്മീയമായി മനസ്സിലാക്കുന്നു. തുടർന്നുള്ള വചനങ്ങളിൽ പൗലോസ് വ്യക്തമായി പറയുന്നു. പാപത്തെ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതാവസ്ഥ എന്ന് പറയുന്നത് അവന് പാപമുണ്ട്, പാപം ഉള്ളതുകൊണ്ട് അവൻ പാപം ചെയ്യും. എന്റെ ബ്രദറെ, എന്റെ സ്വഭാവമാണ് കുടി മാറ്റാൻ പറ്റുന്നില്ല. അവന്റെ സ്വഭാവമാണ് ശരിക്കുമല്ല. എന്റെ ഉള്ളിലുള്ള പാപമാണ് എന്നെ കുട്ടി സ്വഭാവത്തിലേക്ക് മാറ്റി. എപ്പോൾ എന്റെ ഉള്ളിലുള്ള അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജീവിതമാണ് ദൈവം അറിയുന്നത്. അത് മൂന്നാമത്തെ ടൈപ്പാണ്. നമ്മളിപ്പോൾ ഏത് ടൈപ്പ് ആൾക്കാരാണോ അതിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാറണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പറയാൻ അതിന് അർത്ഥമല്ലോ കുറെ ഭരണങ്ങൾ കിട്ടി, ദർശനങ്ങൾ കിട്ടി, വെളിപാട് കിട്ടിയിട്ടില്ല. ശരിക്കും ഒരു വ്യക്തി ഉരച്ചു നോക്കുന്നത് പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ ഉരച്ചു നോക്കുന്നപ്പോഴാണ് പറയുമ്പോൾ പാപത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ വ്യക്തി പാപം ഉപേക്ഷിക്കാൻ പറ്റാൻ ശക്തനാണോ? മനസ്സിലായോ? ഒരു പാപം തനിക്ക് ഇഷ്ടപ്പെട്ട പാപം, ഏത് പാപമാണ് കുമ്പസാരത്തിൽ ഉപേക്ഷിച്ചത്, ധ്യാനത്തിൽ ഉപേക്ഷിച്ചത്, അതേ പാപം വീണ്ടും വരുമ്പോൾ ഉപേക്ഷിക്കാൻ ഞാനും ശക്തനാണോ എങ്കിൽ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഇതിന്റെ അളവുകൾ. ഇത്രയും കാലങ്ങൾ മദ്യപാനിയായിരുന്നു. ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി മദ്യത്തിന്റെ മുമ്പിൽ ഫ്രീ ആയി കൊണ്ടുവന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നോ. കാരണം എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് മാറ്റില്ല. കൂടി പോയാണല്ലോ ഇനി ഇത് അപ്പുറത്ത് വാങ്ങിട്ടുണ്ടല്ലോ മദ്യം കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പോഴേ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള വിഷമം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ടാവില്ല. ധ്യാനത്തിന് വേണ്ടിയിട്ടല്ല, ധ്യാനം കൂടി അഭിപ്രായത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെയോ ഇത് മദ്യം എനിക്കത് വേണ്ട. എനിക്ക് കുടിക്കാൻ പോകുന്നില്ല.
പറയുന്നിടത്താണ് അഭിഷേകം, എന്ന് പറയുന്നിടത്താണ് വിശുദ്ധാത്മാവ്, എന്ന് പറയുന്നിടത്താണ് മാനസാന്തരം. നീ എത്ര പാപിയായാലും ഒരു പക്ഷേ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ വരം ഉണ്ടാകും. എന്തൊരു പാപിയുടെ വ്യക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ വരം ഉണ്ടാകാം. പക്ഷെ പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് വിശുദ്ധമായി ജീവിക്കാനുള്ള ശക്തി ഈ ധ്യാനം കഴിയുമ്പോൾ ഈ ഒരു മാറ്റമാണ്. ഹല്ലേലൂയ. നമ്മൾ ഉപസാരിച്ചത് അറിയാമോ? ഛർദ്ദിച്ചു ചിന്തിക്കാറില്ല, തീരുമാനിച്ചോ? ഇപ്പോൾ തീരുമാനിച്ചോ? ഇനി ഞാൻ ഛർദ്ദിച്ചു ചിന്തില്ല. പറ്റുമോ? നിങ്ങളൊക്കെ തീരുമാനിച്ചോണ്ടല്ലേ ഒന്നും ചെയ്യണ്ട. കാരണം ഇന്ന് ആരാധന പരിശുദ്ധാത്മാവിന്റെ എന്റെ ഉള്ളിലേക്ക് വന്നാൽ പിന്നെ നമ്മള് ചെയ്യുന്നത് അവരുടെ വിഷയം ഇനി വിശുദ്ധമായി ഇന്നത്തെ വിശുദ്ധമായി എന്റെ യോഗം ഈ ഒരു ശക്തി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ലഘുമായി പറയുന്നില്ലേ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. മഞ്ഞയുടെ പോലെ അത് ഈ വിശുദ്ധ വസ്തുക്കളെ ബലിയാണ്. ഈ ബലി വസ്തുക്കൾ താഴ്ന്ന ഞാനും ബലി വസ്തുക്കളാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ ബലി വസ്തുക്കളെ പറയുമ്പോ ആ ബലി വസ്തു മാത്രമല്ല ഞാൻ താഴെയിരിക്കുന്ന ഞാനും നിങ്ങളും അതുപോലെ പരിശുദ്ധമാണ്. ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം അത് കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നു. അത് കിട്ടിയാൽ രാജ്യം നീതി മനുഷ്യരുടെ ബാക്കിയില്ല കൂട്ടിച്ചേർക്കപ്പെടും. നമ്മളെന്താ ചെയ്യുന്നത്? ബാക്കിയുള്ള അന്വേഷിക്കും. അത് മാത്രമല്ല അതാണ് പ്രശ്നം. നമുക്ക് ജോലി വേണം, കടമാറ്റം വേണം, നിയോഗം നമ്മുടെ ഇഷ്ടത്തില്ല. അതൊന്നും പ്രാർത്ഥിക്കേണ്ടതേ, അതൊന്നും പ്രാർത്ഥിക്കേണ്ട. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. പക്ഷെ നമ്മൾ കൂട്ടിച്ചേർക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അത് കിട്ടുന്നില്ല, ഇത് കിട്ടും. മനസ്സിലായോ? ചോദിക്കേണ്ടത് ചോദിക്കാതെ കൂട്ടിച്ചേർക്കാതെ ചോദിക്കുമ്പോൾ ശരിക്കും കിട്ടുന്നില്ല. ആരോട് രാജ്യവും നീതിയും അന്വേഷിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ എന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ്, മനസ്സിലായോ? എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവെങ്കിൽ പിന്നെ ഞാൻ മറ്റൊരു പറയുമ്പോ എന്റെ ഉള്ളിലെ ദൈവം. ഹല്ലേലൂയ. നമുക്ക് എഴുതുന്നത് ഈ അഭിഷേകം ഇത് തലങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മളുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ.